ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെബിൾസ്. ഇന്ന് നമ്മളൊരു പരീക്ഷണമാണ് ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു പരീക്ഷണമാണ്. ജലത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ ദ്രാവകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം. ഈ പരീക്ഷണത്തിന് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ 3 ഗ്ലാസ്, കുറച്ച് പാൽ, കുറച്ച് എണ്ണ, കുറച്ച് മഷി. ഇവിടെ ചുവന്ന മഷിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പരീക്ഷണം തുടങ്ങാം. എല്ലാ ഗ്ലാസ്സിലും പകുതി വെള്ളം ഒഴിക്കുക. നമുക്ക് ഈ ഗ്ലാസുകൾക്ക് പേര് നൽകിയാലോ? എ, ബി, സി എന്നിങ്ങനെ 3 പേരുകൾ നമുക്ക് നൽകാം. ഗ്ലാസ് എയിൽ ഞാൻ കുറച്ച് പാൽ ചേർക്കുകയാണ്. ഗ്ലാസ് ബിയിൽ എണ്ണയാണ് ചേർക്കുന്നത്. ഗ്ലാസ് സിയിൽ നമ്മൾ ചേർക്കുന്നത് മഷിയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്കിതൊന്ന് നിരീക്ഷിക്കാം. ഗ്ലാസ് എയിൽ പാൽ ജലവുമായി ചേർന്നിരിക്കുന്നു. നമുക്ക് രണ്ടിനെയും വേറെ വേറെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പാൽ ജലത്തിൽ ലയിക്കുന്ന ദ്രാവകമാണ്. അടുത്തത് ഗ്ലാസ് ബി. ഗ്ലാസ് ബിയിൽ നമ്മൾ എണ്ണയായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബിയിൽ നോക്കുന്ന സമയത്ത് എണ്ണ മുകളിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എണ്ണ വെള്ളത്തിൽ ലയിക്കാത്ത ദ്രാവകമാണ്. അടുത്തത് ഗ്ലാസ് സി. ഇതിൽ നമ്മൾ എന്തായിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചുവന്ന മഷിയായിരുന്നു. നിങ്ങൾക്ക് മഷിയും വെള്ളവും വേറെ വേറെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, വെള്ളത്തിൽ മഷി ലയിച്ചു ചേർന്നിരിക്കുകയാണ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മഷി വെള്ളത്തിൽ ലയിക്കുന്ന ദ്രാവകമാണ്. ഈ പരീക്ഷണം കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലായത്? അതായത് ജലത്തിൽ ലയിക്കുന്ന ദ്രാവകങ്ങളും ലയിക്കാത്ത ദ്രാവകങ്ങളും ഉണ്ട്. ഓക്കെ. നൃത്തം ചെയ്യുന്ന പാറ്റ ഗുളികകൾ. ഇതിനാവശ്യമുള്ള വസ്തുക്കൾ: പാറ്റ ഗുളികകൾ അഥവാ മോത്ത് ബാൾസ്, ഒരു ഗ്ലാസ്, വിനാഗിരി, പാചകത്തിന് ഉപയോഗിക്കുന്ന സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ, വെള്ളം. ഗ്ലാസിന്റെ പകുതി ഭാഗം വരെ വെള്ളം നിറയ്ക്കുക. അതിൽ 60 മില്ലി വിനാഗിരി ഒഴിക്കുക. അത് മതി. ദാ, നീയും ഒഴിക്ക. ഇനി പാറ്റാ ഗുളികകൾ എടുക്കാം.
ഇപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിൽ ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക. ഇനി പാറ്റ ഗുളികകൾ ഇതിലേക്ക് ഇടുക. ആറ്റെ വേഗമിടൂ. ഓ, പാറ്റ ഗുളികകൾ മുകളിലേക്കും താഴേക്കുമായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? കാരണം പാറ്റ ഗുളികകളുടെ സമമല്ലാത്ത പ്രതലത്തിൽ കാർബൺ ഡയോക്സൈഡ് കുമിളകൾ ഒട്ടിപ്പിടിച്ച് വെള്ളത്തിൽ മുകളിലേക്കും താഴേക്കുമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണാൻ നൃത്തം ചെയ്യുന്നതുപോലെ ഉണ്ടാവും. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. മുതലയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വിരലുകൾ കൊണ്ട് അതിന്റെ കണ്ണുകളിൽ കുത്തിയാൽ മതി. അപ്പോൾ മുതല ഉടൻ തന്നെ പിടിവിട്ട് കളയും.